ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട ജോൺസ് എബ്രഹാം പനോട്ട്, ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട സി എം കുര്യാക്കോസ് അച്ഛൻ, വേദിയിൽ പുരുഷരായിരിക്കുന്ന സന്നിഹിതരായിരിക്കുന്ന കോറപ്പീസ്കോപ്പമാര്, മറ്റ് വൈദിക ശ്രേഷ്ഠര്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നമ്മുടെ ഭദ്രാസനത്തിൻ്റെ വിവിധ ദേവാലയങ്ങളിൽ നിന്നായി ഈ സംഗമത്തിൽ വന്നു ചേരുന്ന സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഇന്നുവരെയും നമ്മൾ ഓരോരോ കാര്യങ്ങളുടെ മുഖത്ത് അത് ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് വരികയാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ഒരു കുടുംബ സംഗമ പരിപാടിയാണ് വെച്ചത്. കുടുംബ നവീകരണത്തെക്കുറിച്ച് ബോധവാന്മാരാക്കേണ്ട ഒരു ആവശ്യകതയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ കഴിഞ്ഞ 2 വർഷമായി ആ വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ക്രമീകരിച്ചത്. കൂടാതെ ഈ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് എല്ലാം ഇടവകക്കാരുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ അത് സഭയുടെ പരമാധ്യക്ഷന് മുമ്പാകെ സമർപ്പിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷകരമായിരിക്കുന്നത്. ഇന്നത്തെ ഈ ദിവസത്തിന് പല പ്രാധാന്യങ്ങളുണ്ട്. ആദ്യമായിട്ട് ഒരു പ്രാധാന്യം നമ്മിൽ പലരും മനസ്സിലാക്കിയിട്ടുള്ളതാണോ എന്നറിയില്ല. ഇന്ന് നമ്മുടെ ഈ വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന പരിശുദ്ധ ബാവാ തിരുമേനി ഈ വർഷം സപ്തതിയുടെ നിറവിലാണ് എന്നുള്ളതായ സത്യമാണ്. പലപ്പോഴും ആരും ആദരിക്കാനോ അല്ലെങ്കിൽ ആഘോഷിക്കുവാനോ ജന്മദിനം പോലും ആഘോഷിക്കുവാനോ താല്പര്യപ്പെടാത്ത പരിശുദ്ധ ബാവാ തിരുമേനി ഇങ്ങനെയുള്ളതായ ആഘോഷങ്ങൾക്കൊന്നും താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാമെങ്കിലും ഈ ഭദ്രാസന ദിനാഘോഷങ്ങൾ സംബന്ധിക്കുന്ന അഭിമന്യ തിരുമേനിക്ക് ഈ ഭദ്രാസനത്തിൻ്റെതായ സപ്തതി മംഗളാശംസകൾ അർപ്പിക്കാൻ ഈ സമയം ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. തിരുമേനിക്ക് ഈ കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ സപ്തതി മംഗളാശംസകളുടെ പ്രതീകമായിരിക്കുന്ന ഒരു മൊമെന്റോ ഈ സമയത്ത് സമർപ്പിക്കുന്നതാണ്. ഈ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട പോളച്ചനായിട്ട് പരിശുദ്ധ ബാവാ തിരുമേനി എറണാകുളത്ത് താമസിക്കുമ്പോൾ ഈ ഭദ്രാസനത്തിന് സാരഥ്യം വഹിച്ച പക്കോമിയോസ് തിരുമേനിയോടൊപ്പം ഈ ഭദ്രാസനത്തിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും നേരിട്ട് അറിയാവുന്ന ഒരാളാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഭദ്രാസനത്തിൽ ഏതെങ്കിലും കാര്യങ്ങളുണ്ടായാൽ എനിക്ക് തോന്നുന്നില്ല മറ്റെല്ലാ ഭദ്രാസനങ്ങൾക്കും കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു പ്രാധാന്യവും താല്പര്യവും പരിശുദ്ധ ബാവാ തിരുമേനി എടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ സമയത്ത് അപ്രകാരമുള്ള ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നത്. പരിശുദ്ധ ബാവാ തിരുമേനി ഇപ്പോൾ വളരെ
ശ്രമകരമായൊരു കാര്യത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം. 144 കോടി രൂപ ആവശ്യമായിരിക്കുന്ന പരിമല ക്യാൻസർ സെന്ററിന് വേണ്ടി മലങ്കര സഭയിൽ അങ്ങോളം ഇങ്ങോളം സ്വദേശത്തും വിദേശത്തുമായി നടന്ന് നമ്മുടെ ഭദ്രാസനങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന്, അക്രൈസ്തവരിൽ നിന്ന് പോലും അതിനുള്ളതായ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭദ്രാസനങ്ങളിലും കൂപ്പണുകൾ കൊടുത്തിരുന്നു. ഒരു മീറ്റർ പണിയുന്നതിനുള്ളതായ ചെലവ് 3750 രൂപ അത് നമ്മുടെ ഭദ്രാസനത്തിന് തന്നു. മിക്കവാറും നമ്മുടെ ഭദ്രാസനങ്ങളിലെ പള്ളികളിൽ നിന്ന് സമാഹരിച്ച തുക, ഒട്ടും കുറവല്ലാത്ത ഒരു തുക നമുക്ക് കഴിഞ്ഞ മാസങ്ങളിലായിട്ട്, കഴിഞ്ഞ ഭദ്രാസന ദിനത്തിലും അതിനുശേഷവുമായിട്ട് കൊടുക്കുവാൻ നമുക്ക് സാധിച്ചു. പരിശുദ്ധ ബാബാ തിരുമേനി വർഷങ്ങളായിട്ട് നമ്മുടെ ഭദ്രാസന ദിന വികസന ഫണ്ടിന് സ്വീകരിക്കുന്നയാളാണ്. പക്ഷെ അത് സ്വീകരിച്ചിട്ട് മുഴുവനും ഇവിടെ നമ്മളെ തന്നെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. അതിലൊരു പൈസ പോലും തിരുമേനി കൊണ്ടുപോയിട്ടില്ല. പലപ്പോഴും ഞങ്ങൾ കൈമുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അതും വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഭദ്രാസനത്തിൻ്റെ ചുമതലക്കാരാലോചിച്ചപ്പോൾ തിരുമേനിക്ക് കൈമുത്ത് കൊടുത്താൽ സ്വീകരിക്കില്ല. അതുകൊണ്ട് ക്യാൻസർ സെന്ററിൽ ഈ ഭദ്രാസനത്തിൻ്റെ വകയായിട്ട് അഡീഷണലായിട്ട് 1 ലക്ഷം രൂപ കൊടുക്കുവാൻ ഈ ഭദ്രാസനം തീരുമാനിച്ച് ഇപ്പോൾ തിരുമേനിയെ ഏൽപ്പിക്കുകയാണ്. നമ്മുടെ ഭദ്രാസനം 140 വർഷത്തിൻ്റെ ചരിത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. പരാധീനതകൾ അധികമുണ്ട്, പ്രശ്നങ്ങൾ വലുതാണ്. എങ്കിലും അതിനിടയിൽ കൂടി സന്തോഷമായി നമുക്ക് പോകുവാൻ കഴിയുന്നുണ്ട്. ഇനിയും ഈ ഭദ്രാസനത്തിന് വളരെ ദൂരം പല കാര്യങ്ങൾ യാത്ര ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചാൽ നിശ്ചയമായിട്ട് വളരെ വിജയത്തിലെത്തുവാൻ നമുക്ക് കഴിയും. ഈ ഭദ്രാസനത്തിൽ നടത്തുന്ന എല്ലാ കാര്യങ്ങളിലും ഈ ഭദ്രാസനത്തിലെ 5550 കുടുംബങ്ങൾ ഒരുമിച്ച് സഹകരിക്കുന്നു എന്നുള്ളത് കൊണ്ടും 35ഓളം വൈദികർ അവർ ഒത്തുചേർന്ന് ഒരുമിച്ച് നിന്ന് ഇന്ന് ആരാധനയിൽ ഒരുമിച്ച് നിന്നതുപോലെ അവര് ഈ ഇടവകയുടെ ഭദ്രാസനത്തിന്റെ ശുശ്രൂഷ ഒരു ആരാധനയായിട്ട് അത് നിർവഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് വിജയിക്കുന്നത്. അവരോടൊപ്പം ആത്മാർത്ഥമായി സഹകരിക്കുന്ന ആളുകളുണ്ട്. 1929 ജനുവരി മാസം 15-ാം തീയതി, അതായത് ഇന്നലെ, ജന്മദിനം ഉള്ള ഒരാളിനെ കുറിച്ച് മലയാള മനോരമയിൽ വന്നു. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ എന്ന ആളാണ്. അദ്ദേഹം 1967 ജോർജിയയുടെ തലസ്ഥാനമായ അറ്റ്ലാന്റയിലും അതിന് സമീപമുള്ളതായ അലബാമയിലും അദ്ദേഹം ഒരു പാസ്റ്ററായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. കറുത്ത വർഗ്ഗക്കാരുടെ മോചനത്തിനു വേണ്ടി അദ്ദേഹം 67 അലബാമയിൽ ചെയ്ത പ്രസംഗത്തിൽ അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം പറയുന്നുണ്ട്. ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞ് 5 ഡ്രീമുകൾ അദ്ദേഹം പറയുന്നുണ്ട്. കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരോടൊപ്പം ഇരുന്ന് ഈ നാടിനെ ഭരിക്കുന്നത് എൻ്റെ ഒരു സ്വപ്നമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. കുറേ നാൾ അദ്ദേഹം അടുത്ത വർഷം 1968 വെടിയേറ്റ് മരിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ രോമ പച്ചയായി നിൽക്കുന്ന ഈ സമയത്ത് തന്നെ കറുത്ത വർഗ്ഗക്കാരനായ ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റായി 2 പ്രാവശ്യം 8 വർഷങ്ങൾ തികച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യത്തിന്റെ പൂർത്തീകരണമാണ്. ഇന്ന് 1977 അദ്ദേഹത്തിന്
അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രത്യേകമായ ഫ്രീഡം അവാർഡ് എന്ന് പറയുന്നത് അമേരിക്കയിൽ വളരെ ചുരുക്കം പേർക്ക് മാത്രം കൊടുത്തിരുന്നത് മാർട്ടിൻ ലൂതർ കിങ്ങിന് ജൂനിയറിനെ കൊടുക്കുകയുണ്ടായി. ഇന്നലെ ഞാൻ ആ വാക്കുകൾ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ഭദ്രാസനത്തെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് വന്നത്. ഈ ഭദ്രാസനത്തിന് ഇനി പൂർത്തീകരിക്കാത്ത 2 ഡ്രീമുകളുണ്ട് എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. മറ്റൊന്നുമല്ല, നമുക്കെല്ലാവർക്കും സ്വപ്നം കാണുവാനുള്ളതാണ് ഈ ഭദ്രാസനത്തിൻ്റെ സ്വതന്ത്രമായിരിക്കുന്ന ആരാധന ജീവിതം. ഏതാണ്ട് 12 പള്ളികളോളം ഈ ഭദ്രാസനത്തില് പ്രശ്നപൂരിതമായിട്ടുണ്ടായിരുന്നു. വഴക്കും പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് സ്വതന്ത്രമായി ആരാധിക്കുവാൻ സാധിക്കാത്തതിൽ 5 പള്ളികളിൽ ഇതിനോടകം സമാധാന അന്തരീക്ഷം സ്ഥാപിച്ചു. എല്ലാവർക്കും സമാധാനമായി ആരാധിക്കുവാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് 7 പള്ളികൾ കൂടി ഈ സമാധാന അന്തരീക്ഷത്തിലേക്ക് വരുവാനുണ്ട്. എൻ്റെ മനസ്സിൽ തോന്നിയതായ ഡ്രീം, സ്വപ്നം എന്ന് പറയുന്നത് 140 വർഷം പൂർത്തീകരിക്കുന്ന കണ്ടനാട് ഭദ്രാസനം അടുത്ത 10 വർഷത്തിനുള്ളിൽ 150 വർഷം തികയുമ്പോൾ ശതോത്തര കനകജൂബിലി ആഘോഷിക്കേണ്ട സമയമാകുമ്പോൾ നിശ്ചയമായിട്ടും ഈ ഭദ്രാസനം കക്ഷിവഴക്കിന്റെ കലുഷിതയിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളതായ ഒരു ഡ്രീമാണ് എനിക്ക് ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം അതിന് അഭിമാനിക്കാനുള്ള ഏറെ കാര്യങ്ങളുണ്ട്. 10, 14, 13 ചാരിറ്റബിൾ പ്രസ്ഥാനങ്ങൾ നമ്മൾ നടത്തുന്നു. ലോകമെമ്പാടും അതിനെക്കുറിച്ച് അറിവുണ്ട്. അതിൽ അഹമഹമികയായ എല്ലാവരും ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രയാസമുണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. 5550 കുടുംബങ്ങളുണ്ടെങ്കിലും നമ്മുടെ 35 വൈദികർക്ക് ശമ്പളം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്നും കേന്ദ്രത്തിൽ നിന്ന് ഏതാണ്ട് 20 ലക്ഷം രൂപയോളം നമുക്ക് എല്ലാ വർഷവും ലഭിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. 1991 ഇതിൻ്റെ ചുമതലയിലേക്ക് വരുന്നതായ സമയത്ത് ഞാൻ മനസ്സിലാക്കിയതായ കാര്യമാണ്. അന്നു മുതൽ ഇന്ന് വരെയും അതിൽ നിന്ന് സ്വതന്ത്രമാകുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എനിക്കുള്ളതായ ഒരു ഡ്രീം എന്ന് പറയുന്നത് 150 വർഷം കണ്ടനാട് ഭദ്രാസനം പൂർത്തിയാകുമ്പോൾ ഈ ഭദ്രാസനം യാതൊരു സബ്സിഡിയും ഇല്ലാതെ ഇവിടുത്തെ വൈദികർക്ക് ശമ്പളം കൊടുത്തിരിക്കും എന്നുള്ളതായ ഒരു ഡ്രീമാണ്. അതെല്ലാവരും ഒരുമിച്ച് സഹകരിച്ചാൽ നമുക്കിത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. എന്നല്ലെങ്കിൽ നാളെ അതിനുള്ളതായ ക്രമീകരണങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ദൈവം നമ്മെ സഹായിക്കുമെന്നാണ് എൻ്റെ വിചാരം. ഭദ്രാസനം ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുന്നതിനും ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിക്കുന്നതിനും നമ്മൾ എല്ലാവരും തയ്യാറാവണം. ഒരു വാക്ക് മാത്രം പറയട്ടെ. ഇന്ന് പ്രത്യേകമായി ആദരിക്കപ്പെടുന്ന 70 വർഷം പൂർത്തിയായിരിക്കുന്നതായ വൈദികരുണ്ട്. 50 വർഷം ദാമ്പത്യ ജീവിതം പൂർത്തീകരിച്ച നമ്മുടെ പിതാക്കന്മാരുണ്ട്. ഇവരെല്ലാവരെയും ഈ ഭദ്രാസനം ഇന്ന് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. അവർ ദൈവത്തിൻ്റെ എല്ലാ കൃപകളും ഉണ്ടാകട്ടെ മാത്രം നിങ്ങളുടെ ഒരു ഇടയ ശുശ്രൂഷകൻ എന്നുള്ള രീതിയിൽ ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും സഹകരണങ്ങൾക്കും ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. തിരുമേനിയുടെ വാക്കുകൾക്ക് നന്ദി അറിയിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ മലങ്കര മെത്രാപ്പോലീത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ്മ പൗലോസ് തിരുവൻ കാതോലിക്ക ബാവ തിരുമേനിയെ ആദരപൂർവ്വം കണ്ടനാട് വെസ്റ്റ് ഭദ്രാസന ദിനാഘോഷവും കുടുംബ സംഗമവും ഉദ്ഘാടനം ചെയ്യുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. നിന്റെ
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ സഭയുടെ എപ്പിസ്കോപ്പൽ സുന്നതദോസിന്റെ സെക്രട്ടറിയും കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ അധ്യക്ഷനുമായിരിക്കുന്ന അഭിയന്യ ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് തിരുമേനി, സഭയുടെ വൈദിക ട്രസ്റ്റി സ്ഥാനം അലങ്കരിക്കുന്ന പ്രിയപ്പെട്ട ജോൺസ് എബ്രഹാം കോനാട്ടച്ചൻ, അധ്യക്ഷ വേദിയിലുള്ള വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട കോറപ്പിസ്കോപ്പന്മാരെ, സദസ്സിലുള്ള വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, അല്പം ക്ഷമാപണത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്ന് രാവിലെ വിശുദ്ധ ബലി അർപ്പിക്കുവാൻ തക്കവണ്ണം ഞാൻ സമ്മതം നൽകിയിരുന്നു. പക്ഷേ ഇന്നലെയും അതിൻ്റെ തലേ ദിവസവും സുൽത്താൻ ബത്തേരി ഭദ്രാസനത്തിലായിരുന്നു ഞാൻ അവിടുത്തെ ചില അത്യാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നത്. ഇന്നലെ വൈകിട്ട് ഒരു 7-8 മണിയോടുകൂടി ഇവിടെ വന്നെത്താമെന്ന് വിചാരിച്ചെങ്കിലും 9-9:30 മാത്രമാണ് എനിക്ക് കുന്നംകുളത്ത് എത്തിച്ചേരാൻ സാധിച്ചത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും വളരെയധികം വൈകിപ്പോകും. അതുകൊണ്ട് അഭിയന്യ തിരുമേനിയോട് ഞാൻ ഓർപ്പിച്ചു, തിരുമേനി വിശുദ്ധ കുർബാന ആരംഭിക്കണം, കുർബാന തീരുന്നതിന് മുമ്പ് രാവിലെ വന്നെത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഇന്നത്തെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാൻ മാത്രമേ, പൂർണ്ണമായിട്ടല്ലെങ്കിലും ഭാഗികമായി പങ്കെടുക്കുവാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ. കണ്ടനാട് ഭദ്രാസനത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും വളരെ സന്തോഷകരമാണ്. നേരത്തെ അഭിയന്യ തിരുമേനി ഓർപ്പിച്ചതുപോലെ ജോസഫ് മാർ പക്കോമിയോസ് തിരുമേനിയുടെ കാലം തൊട്ട് തന്നെ എന്തോ ഒരു പ്രത്യേക താല്പര്യം ഈ ഭദ്രാസനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എനിക്ക് ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. ഒരു പ്രശ്നപൂരിത ഭദ്രാസനമാണ് ഇത് നല്ലതുപോലെ അറിയാം. പക്ഷെ ആ പ്രശ്നങ്ങൾക്കിടയിലും ഒരു ദൈവികമായ ഉത്തരവാദിത്വം കൃത്യമായി മറന്നുപോകാതെ അത് അനുഷ്ഠിക്കുവാൻ തക്കവണ്ണം അഭിയന്യ തിരുമേനിയും ഇവിടുത്തെ വൈദിക ശ്രേഷ്ഠരും ഇവിടെയുള്ള വിശ്വാസികളും അതിൽ താല്പര്യമെടുക്കുന്നു എന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. അങ്ങനെയുള്ള പ്രത്യേകതയുള്ള ഒരു ഭദ്രാസനവും മലങ്കര സഭയിൽ ഉണ്ടെന്ന് എനിക്ക് വിചാരമില്ല ഈ ഭദ്രാസനത്തെ പോലെ. കാരണം തിരുമേനിയെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായി തിരുമേനി ചെയ്തിരിക്കും. ഇങ്ങനെ എല്ലാ വർഷവും ഈ ജീവകാരുണ്യ പ്രവർത്തനവും അതിനോട്
അതിനെ ബലപ്പെടുത്തത്തക്കവണ്ണമുള്ള ഭദ്രാസന ദിന ആഘോഷവും ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ ഈ ഭദ്രാസനത്തെ ഒരുമിച്ച് ഒരേ ചരടിൽ കോർത്തിണക്കുന്ന ഒരു വലിയ മഹാസംഭവമായിട്ടാണ് എനിക്ക് ഇതിനെ ഞാൻ കാണാൻ ശ്രമിക്കുന്നത്. കണ്ടനാട് ഭദ്രാസനം ഇതിന്റെ ആരംഭം മുതൽ തന്നെ പരിശുദ്ധ സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലനിന്നിട്ടുള്ള ഒരു ഭദ്രാസനമായിരുന്നു. അതുകൊണ്ടായിരുന്നു കാലഞ്ചിത വട്ടശ്ശേരി തിരുമേനി ഈ ഭദ്രാസനത്തിന്റെ അധ്യക്ഷനായിരുന്ന കാലഞ്ചിത ഈവാനിയോസ് തിരുമേനിയെ സഭയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകം എന്ന നിലയിലുള്ള പ്രഥമ കാതോലിക്ക സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്ത് ഈ സഭയെ സ്വാതന്ത്ര്യത്തിന്റെ ചവിട്ടുപടികളിലേക്ക് പ്രവേശിപ്പിച്ചത്. തുടർന്ന് സഭയുടെ ചരിത്രമൊക്കെ നമുക്കറിയാം. എന്തായിരുന്നാലും ഇന്ന് ഈ ഭദ്രാസനം ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും അതിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് ഒട്ടും പുറകിലല്ല എന്നുള്ളതാണ് വസ്തുത. എത്രമാത്രം സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഈ ഭദ്രാസനത്തിലെ നിറവേറ്റുന്നത്. തിരുമേനി വളരെ അധ്വാനിച്ച് എല്ലാ വർഷവും ഈ വിഷയം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇടവകകളിലും ഇത് തിരുമേനി തന്നെ ചെന്ന് സഞ്ചരിച്ച് ഇതിനെ ബലപ്പെടുത്തുന്നുണ്ട്. ധാരാളം സഭയെ സ്നേഹിക്കുന്ന സഭാസ്നേഹികൾ തിരുമേനിയുടെ പരിശ്രമത്തെ പിന്തുണയ്ക്കുന്നുമുണ്ട്. കൃത്യമായ അക്കൗണ്ടബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. തിരുമേനിക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ഈ ഇനങ്ങളിലൊക്കെ ലഭിക്കുന്ന എല്ലാ സാമ്പത്തിക വിഷയങ്ങളിലും യാതൊരു തരത്തിലും അത് മറന്നുപോകാത്ത വിധത്തിലെ അതിന്റെ അക്കൗണ്ടബിലിറ്റി കൃത്യമായി സൂക്ഷിക്കുന്നു എന്നുള്ളതും വളരെ പ്രത്യേകതയായിട്ട് പലരും എടുത്തു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഭദ്രാസനത്തിലെ വൈദികരെ ഒരുമിച്ച് നിന്ന് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സാക്ഷാത്കരിക്കുവാൻ അങ്ങേയറ്റം ശ്രമിക്കുന്നു. അത് ആവശ്യമാണ് സഭയെ സംബന്ധിച്ചിടത്തോളം. കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവരാജ്യ പ്രവർത്തനത്തിലെ ഒരു പ്രധാന പങ്ക് മറ്റുള്ളവരെ എങ്ങനെ കരുതാം, സഹായിക്കാം എന്നുള്ളത് തന്നെയായിരുന്നു. അത് അക്ഷരം പ്രതി സാക്ഷാത്കരിക്കുവാൻ തക്കവണ്ണം ഈ ഭദ്രാസനം അധ്വാനിക്കുന്നു. അത് ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നു. ഭദ്രാസനത്തിലെ എല്ലാവരും കൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ തിരുമേനി ഏകനായിട്ടോ അല്ലെങ്കിൽ തിരുമേനിയുടെ മാത്രം ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ ഉള്ള പ്രവർത്തന ശൈലി അല്ല ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഭദ്രാസനത്തിന്റെ എല്ലാ കാര്യങ്ങളും ഒരു തുറന്ന പുസ്തകം പോലെ എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം. അതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും സഹകരിക്കുകയും ഈ വക കാര്യങ്ങളിൽ സഹായിക്കുകയും ചെയ്യുന്നത് എന്നാണ് എൻ്റെ ബോധ്യം. അത് നിങ്ങൾ തുടർന്നും നിലനിർത്തണം. ഈ വർഷമാണെങ്കിൽ പരുമല ഇന്റർനാഷണൽ ക്യാൻസർ കെയർ സെന്ററിന് വേണ്ടി നിങ്ങളുടെ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഒരു ഓഹരി അവിടേക്കും നിങ്ങൾ നൽകുവാൻ തീരുമാനിച്ചതിലും ഞാൻ ഏറെ സന്തോഷിക്കുകയും നിങ്ങൾ എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കുകയുമാണ്. സഭയുടെ ഉത്തരവാദിത്തമാണ് ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്. അത് ഏറ്റവും സുതാര്യമായ വിധത്തിലും ഏറ്റവും ഒരു ക്രിസ്തീയമായ കാഴ്ചപ്പാടിലും നിറവേറ്റുമ്പോൾ ദൈവം പ്രസാദിക്കാതിരിക്കുകയില്ല. നമ്മുടെ ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം ഒരു ഇന്നല്ലെങ്കിൽ നാളെ അത് പൂർണ്ണമായി അവസാനിക്കാതിരിക്കയില്ല. കാരണം സത്യത്തിൽ നിലനിൽക്കുന്ന ഒരു സഭയാണിത്. പിതാക്കന്മാരുടെ കണ്ണുനീരുകൾ ധാരാളം താഴെ വീണ് അതിൽ നിന്നുള്ള ജീവൻ സ്വർഗത്തിലേക്ക് ഉയരുന്നൊരു സഭയാണിത്. അനീതിക്ക് വേണ്ടിയോ കൗശലങ്ങളിലൂടെയോ ഏതെങ്കിലും എളുപ്പമാർഗങ്ങളിലൂടെയോ ഒന്നും നേടുവാൻ നമ്മളോ നമ്മുടെ പിതാക്കന്മാരോ ഇതുവരെയും ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളും നമുക്ക് അത് അവസാനിച്ച് ഒരു നല്ല നാളെ സമാധാനപൂർണമായ ഒരു ജീവിതം നമുക്ക് ഇവിടെ നയിക്കുവാൻ ഇടവരാതിരിക്കുകയില്ല. തൽക്കാലത്തെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും വരുമ്പോൾ നിങ്ങൾ ആരും തളർന്നു പോകേണ്ട ആവശ്യവുമില്ല എന്നാണ് എനിക്ക് ഈ സമയത്ത് ഓർപ്പിക്കാനുള്ളത്. ദീർഘമായ ഒരു പ്രസംഗമല്ലല്ലോ ആവശ്യം.
ഇന്ന് രാവിലെ നമ്മൾ ശ്രവിച്ച കുടുംബ വിശുദ്ധീകരണം എന്ന് പറയുന്ന ഒരു ക്ലാസ്, അത് പ്രായോഗികമായിരുന്നു. നമ്മോട് ഓരോരുത്തരോടും സംസാരിക്കുന്നത് പോലെ അത് നിങ്ങൾക്കൊരു തോന്നലുണ്ടായി എന്നാണ് എൻ്റെ വിചാരം. കാലത്തിന്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ എങ്ങനെ തകരാതെ നിലനിർത്താം എന്നുള്ളത് ഒരുപക്ഷെ മലങ്കര സഭയിൽ പെടാത്ത ഒരു വനിത നമ്മെ അത് കൃത്യമായി ബോധവൽക്കരിച്ചു. അത് ഏറ്റവും ശ്രദ്ധേയമായിരുന്നു. നല്ല മൂല്യങ്ങൾ നിലനിർത്തുകയും പിതാക്കന്മാർ നമുക്ക് നൽകിയ വിശ്വാസ സംഹിതകൾക്ക് കോട്ടം വരാതെ, ക്രിസ്തീയ മൂല്യങ്ങൾക്ക് തകർച്ച വരാതെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുവാൻ നാം മുന്നോട്ട് വരണം. അത് ഏറ്റവും നല്ല നിലയിൽ ഇവിടെ നിങ്ങൾ പൂർത്തീകരിക്കുന്നു. ആ കാര്യത്തിൽ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് അഭിമന്യ തിരുമേനി നിങ്ങൾക്ക് നൽകുന്ന മാതൃകയും നിങ്ങളെ ഒരു ചരടിൽ കോർത്തിണക്കിക്കൊണ്ട് ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ദൈവസന്നിധിയിൽ വിലപ്പെട്ട കാഴ്ചകളാണ്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു അന്തരീക്ഷവും ഇതിന്റെ പ്രതിഫലവും ഈ ഭദ്രാസനത്തിൽ ലഭിക്കാതിരിക്കുകയില്ല. ഇപ്പോൾ നാം ആരും ഇതേക്കുറിച്ച് ഓർത്ത് മനസ്സ് തളരേണ്ടതില്ല എന്നാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ഈ വർഷത്തിൽ ഒരിക്കലുള്ള ഈ സമ്മേളനത്തിലേക്ക് കടന്നു വരാനും നിങ്ങളോടൊപ്പമായിരിക്കാനും കുറെ സമയം ഇവിടെയുള്ള കാര്യങ്ങൾ നേരിൽ കണ്ട് ആസ്വദിച്ച് നിങ്ങളോടൊപ്പം വന്ന് സംബന്ധിച്ച് ഇതിലെല്ലാം പങ്കുകൊള്ളുവാൻ തക്കവണ്ണം ഇടയാകുന്ന സാഹചര്യത്തെ ഞാൻ അങ്ങേയറ്റം സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. ഈ ഭദ്രാസനത്തിന് എല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പിതാവിന്റെ വാക്കുകൾക്ക് ആദരപൂർവ്വം നന്ദി അറിയിക്കുന്നു. സപ്തതി പൂർത്തീകരിച്ച വൈദികർക്കും വൈവാഹിക ജീവിതത്തിൽ 50 വർഷം പൂർത്തിയാക്കിയ നമ്മുടെ ഭദ്രാസനത്തിലെ എല്ലാ ദമ്പതികൾക്കും പ്രത്യേകമായി ഭദ്രാസനത്തിന്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഈ സമയം നേരുന്നു. ആശംസ പ്രസംഗത്തിനായി സഭ വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺസ് എബ്രഹാം കോണട്ടസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, യോഗത്തിന്റെ അധ്യക്ഷൻ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് തിരുമേനി, കണ്ടനാട് വെസ്റ്റ് ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട CM കുര്യാക്കോസ് അച്ഛൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളുമേ, ബഹുമാന്യരായ കോറപ്പിസ്കോപ്പാവരെ, ബഹുമാന്യരായ വൈദികരെ, സിസ്റ്റേഴ്സ്, കണ്ടനാട് ഭദ്രാസനത്തിന്റെ വിവിധ ദേവാലയങ്ങളിൽ വന്നിട്ടുള്ളതായ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, 2 കർത്തവ്യങ്ങളാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഒന്നാമത് 70 വയസ്സ് പൂർത്തിയാക്കിയ വൈദികർക്ക് ഒരു അനുമോദനം പറയുക. രണ്ടാമത് വിവാഹ ജീവിതത്തിൽ 50 വർഷം പൂർത്തിയാക്കിയ ദമ്പതിമാരെ ഒന്ന് അനുമോദിക്കുക. 70 വയസ്സ് കഴിഞ്ഞവരാണ് ഇന്ന് നമ്മൾ അനുമോദിക്കുന്ന പലരും. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി സപ്തതിയിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ ഇവിടെ അനുമോദിക്കുന്ന പലരും പരിശുദ്ധ ബാവ തിരുമേനിയേക്കാൾ സീനിയേഴ്സ് ആയിട്ടുള്ള വൈദികരാണ്. ഞാൻ ആദ്യം അവരുടെ എല്ലാം പേരുകളൊന്ന് വായിക്കാം. ബഹുമാനപ്പെട്ട NI പൗലോസ് അച്ഛൻ, ബഹുമാനപ്പെട്ട കുര്യാക്കോസ് പോത്താറയിൽ കോറപ്പിസ്കോപ്പാച്ചൻ, ബഹുമാനപ്പെട്ട ജോൺ തേനങ്കിലച്ചൻ, ബഹുമാനപ്പെട്ട ജോൺ തളിയച്ചിറ കോറപ്പിസ്കോപ്പ, ബഹുമാനപ്പെട്ട TP എലിയാസ് അച്ഛൻ, ബഹുമാനപ്പെട്ട VM പൗലോസ് അച്ഛൻ, ബഹുമാനപ്പെട്ട ജോസഫ് മങ്കടിയിൽ അച്ഛൻ. 7 പേരാണ് ഇന്ന് അനുമോദനത്തിനായിട്ട് അർഹരായിരിക്കുന്നത്. ഇവരെ 7 പേരും ഈ ഭദ്രാസനത്തിന്റെ സമ്പത്താണ് എന്ന് ഞാൻ പറയും. കാരണം അവരുടെ ജ്ഞാനവും അവരുടെ പരിചയത്തിൽ നിന്നുള്ളതായ അറിവും അത് ഇളം തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം സന്നദ്ധരായി ഭദ്രാസനത്തിന്റെ ഒരു അസറ്റ് എന്നുള്ള വിധം നിൽക്കുന്ന ആളുകളാണ് ഈ 7 പേരും. ഇവരാരും ബഹുമാനപ്പെട്ട NI പൗലോസ് അച്ഛൻ ഒഴികെ വേറെ ആരും 70 വയസ്സായി എങ്കിലും സഭാ സേവനത്തിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടില്ല. വൈദികരുടെ റിട്ടയർമെന്റ് ഏജ് 65 ക്രമീകരിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം 70 വയസ്സ് കഴിഞ്ഞിട്ടും ഭദ്രാസനത്തിലെ സജീവമായിട്ടുള്ള സേവനത്തിൽ തുടരുന്നു. അതിനുള്ള ആരോഗ്യം ദൈവം അവർക്ക് നൽകിയിരിക്കുന്നു. ആ ആരോഗ്യം ഉള്ളിടത്തോളം കാലം ഭദ്രാസനത്തിലെ ഇളം തലമുറക്കാരായ ഞങ്ങൾക്കെല്ലാം
അവരുടെ ഉപദേശങ്ങളും പ്രാർത്ഥനയും ആശംസകളും എല്ലാം നൽകിക്കൊണ്ട് സജീവമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ അങ്ങേയറ്റം സന്തോഷം പ്രകടിപ്പിക്കുകയും ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് അനുമോദിക്കുകയും ഇനിയും ദൈവം അവർക്ക് ദീർഘായുസ്സും ദീർഘകാലം ഭദ്രാസനത്തെയും സഭയെയും ഇടവകളെയും സേവിക്കാനായിട്ടുള്ള കഴിവും ജ്ഞാനവും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായിട്ട് 50 വർഷം വിവാഹ ജീവിതത്തിൽ പൂർത്തീകരിക്കുന്നതായ ദമ്പതികൾ, അവരെ അനുമോദിക്കുന്നത് ഈ കാലഘട്ടത്തിന്റെ ഒരാവശ്യവും പ്രത്യേകതയുമാണ്. എനിക്ക് തോന്നുന്നില്ല ഒരു 50 വർഷം മുൻപ് ഇതുപോലെയുള്ള കാര്യമായ അനുമോദനങ്ങളൊന്നും നടന്നു കാണാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു 50 വർഷം മുമ്പ് വിവാഹ ജീവിതത്തിൽ 50 വർഷമൊക്കെ പിന്നിടുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്, വളരെ നാച്ചുറലാണ്. അതിന് പ്രത്യേകതയൊന്നും വേണ്ട. കാരണം മിക്കവാറും ഒക്കെ 16 വയസ്സിലും 17 വയസ്സിലും ഒക്കെ ആൺകുട്ടികളും പെൺകുട്ടികളും വിവാഹിതരാവും. പിന്നെ ഒരു 50 വർഷം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ നല്ല ഊർജ്ജസ്വലരായി പ്രവർത്തിക്കുന്ന കാലമാണ്. അവരുടെ വിവാഹ ജീവിതത്തിൽ 50 വർഷം പിന്നിടുന്നത്. പിന്നെ വിവാഹം കഴിച്ചാൽ പിരിഞ്ഞു പോകാതെ മരണം വരെയും ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് ആ കാലഘട്ടത്തിലൊക്കെ അത് അണ്ടർസ്റ്റുഡ് ആയിട്ട്, അതായത് യാതൊരു സംശയവുമില്ലാത്ത ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റ് ആയിട്ട് എല്ലാവരും മനസ്സിൽ കരുതുകയും ഒക്കെ ചെയ്തിരുന്ന കാലമാണ്. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് അനുമോദനമൊന്നും കൊടുക്കുന്നതിൽ വലിയ അർത്ഥമില്ല. അതേസമയം ഇന്നത്തെ തലമുറ വിവാഹം കഴിക്കുന്നത് പോലെ തന്നെ വിവാഹമോചനവും നടത്തുന്ന ഒരവസ്ഥയിലേക്ക് വീണുപോയിരിക്കുന്നു. ശ്രീമതി ഗ്രേസ് ലാൽ അതിന്റെ വിവിധ വശങ്ങളൊക്കെയും പറഞ്ഞു. ഏഷ്യയിലെ തലസ്ഥാനമാണ് കേരളം എന്ത് കാര്യത്തിൽ? വിവാഹമോചനത്തിന്റെ കാര്യത്തിൽ. ഇന്ന് നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി സമയം കളയാനും മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സ്വയം ത്യാഗം സഹിക്കുവാനും സാധിക്കുന്നില്ല. ഒരു 50 വർഷവും കൂടെ കഴിയുമ്പോഴേക്കും ഇതുപോലെ ഒരു അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചാൽ പങ്കെടുക്കാൻ കാര്യമായിട്ട് ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് സംശയമാണ്. ഇന്നിപ്പോ പാശ്ചാത്യ ലോകത്ത് എന്നിട്ട് 50 വർഷം പൂർത്തിയാക്കിയ ദമ്പതിമാർക്ക് ഒരു അനുമോദനം സംഘടിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ അവരെല്ലാം ഒരുപക്ഷെ മൂക്കത്ത് വിരൽ വെച്ച് ചിരിക്കും. ഇത് എന്ത് കഥയാണിത്? 50 വർഷം ദാമ്പത്യത്തിൽ കഴിയാന്നൊക്കെ പറയുന്നത് പണ്ടുകാലത്ത് എങ്ങോ കേട്ട കെട്ടുകഥയാണ് എന്ന് ഇന്ന് അവർ പറയാൻ സാധ്യതയുണ്ട്. ഈ ഒരു അവസ്ഥയാണ് ഒരു 50-60 വർഷങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് വരാനായിട്ട് പോകുന്നത്. സ്നേഹം എന്ന് പറയുന്നത് സുറിയാനി ഭാഷയിൽ സ്നേഹത്തിനുള്ള വാക്ക് ഹൂഗോ എന്നാണ്. ഹൂഗോ എന്ന വാക്ക് ഹബ് എന്ന് പറയുന്ന റൂട്ടിൽ നിന്ന്, ധാതുവിൽ നിന്നാണ് വരുന്നത്. ഹബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജ്വലനം എന്നാണ്. തീ കത്തിക്കുക, ജ്വലിപ്പിക്കുക, അതാണ് ആ വാക്കിന്റെ അർത്ഥം. ഹാബീബോ എന്ന് പറഞ്ഞാൽ വാത്സല്യവാൻ. അതിന് മറ്റൊരു അർത്ഥവും കൂടിയുണ്ട്, ജ്വലിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ ഹൃദയങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി ജ്വലിക്കുന്നതാണ് സ്നേഹമെന്ന് പറയുന്നത്. സുറിയാനി പിതാക്കന്മാര് അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവർ ഈ വാക്കുകൾ ഇത്തരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് നമുക്ക് സ്വന്തം കാര്യം എന്നുള്ള ഒരവസ്ഥ മാത്രമേ ഉള്ളൂ. ഞാൻ വിചാരിക്കുകയും ചിന്തിക്കുകയും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് നിൽക്കുന്നിടത്തോളം കാലം കുഴപ്പമൊന്നുമില്ല. മറ്റൊരാൾക്ക് വേണ്ടി ചെറുതാണെങ്കിൽ പോലും ഒരു ത്യാഗം സഹിക്കേണ്ടി വരുമ്പോൾ എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊന്ന് ബ്രേക്കിട്ട് അത് ഒന്ന് മാറ്റിവെക്കേണ്ട അവസ്ഥ വരുമ്പോൾ നമ്മളെല്ലാവരും തെറ്റിപ്പോവുകയാണ്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും നമ്മുടെ സ്നേഹമെന്ന വാക്കിൽ നിന്ന് വീണു പോവുകയാണ്. അല്ലെങ്കിൽ വിവാഹം കഴിച്ചപ്പോൾ എടുത്ത പ്രതിജ്ഞയിൽ നിന്ന് നമ്മൾ അന്യരായി പോവുകയാണ്. അതാണ് ഈ വിവാഹമോചനങ്ങളുടെ കാരണം. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നിവിടെ കൂടിയിരിക്കുന്നതായ ദമ്പതികൾ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു എന്നുള്ളതിന് സംശയമില്ല. വിജയകരമായി 50 വർഷം വിജയകരമായി തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്പസ്വല്പം വഴക്കുകളൊക്കെ ഉണ്ടായി കാണാം, തീർച്ചയായിട്ടും. ഏതൊരു ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒക്കെ ഉണ്ടാകും അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളും ഒക്കെ. പക്ഷേ അതിനെ മറികടക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. വഴക്കുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും, പക്ഷേ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത് തീർന്നു പോകണം എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ. അത്തരത്തിൽ നിങ്ങൾ വിജയകരമായി 50 വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനിയും ദൈവം നിങ്ങൾ ദീർഘായുസ് നൽകി ഒരുമിച്ച് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിച്ചിരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നതിനും ദൈവത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഓരോരുത്തരെയും അനുമോദിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അച്ഛന്റെ വാക്കുകൾക്ക് നന്ദി അറിയിക്കുന്നു. സപ്തതി പൂർത്തീകരിച്ച വൈദികർ സ്റ്റേജിലേക്ക് വന്ന് അവരുടെ പേരുകൾ വിളിക്കുമ്പോൾ പരിശുദ്ധ ബാബ തിരുമേനിയുടെ കൈകളിൽ നിന്നും ആ ആദരവ് സ്വീകരിക്കുക.
50 വർഷം വൈവാഹിക ജീവിതത്തിൽ പൂർത്തിയാക്കിയ ദമ്പതികൾ നിങ്ങൾ ഇരിക്കുന്ന അവിടെ തന്നെ ഇരുന്നാൽ മതി. നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് ആണ് ആദരവ് അറിയിക്കുന്നത് എന്ന കാര്യം അറിയിക്കുന്നു. ആയതിന്റെ ക്രമീകരണങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട ടി പി കുര്യനച്ചൻ ഇപ്പോൾ അറിയിക്കുന്നതാണ്. ആദരിക്കൽ ചടങ്ങ് 2 തരത്തിലാണ് നടക്കുന്നത്. സപ്തതി പൂർത്തീകരിച്ച വൈദിക ശ്രേഷ്ഠരെ ആദരിക്കുന്ന ചടങ്ങായിരിക്കും ആദ്യത്തേത്. 7 പേരാണ്. ആശംസകൾ അറിയിച്ചുകൊണ്ട് സപ്തതി പൂർത്തീകരിച്ച വൈദികരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ് ഇപ്പോൾ അവരെ ആദരിക്കുന്നതായിരിക്കും. 70 വർഷം പിന്നിട്ട നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ തുടർന്നും ലഭിക്കട്ടെ. വെരി റവറൻ P.U. Kuriakos Potarai Korpiscopa, Very Reverend John Talichra Korpiscopa, പൊന്നാട അണിയിച്ച് അവർക്കുള്ള പ്രത്യേക മൊമന്റോ നൽകിക്കൊണ്ടാണ് ആദരിക്കൽ ചടങ്ങ്. ബഹുമാനപ്പെട്ട N.I. പൗലോസ് അച്ഛൻ, ബഹുമാനപ്പെട്ട ജോൺ തേനിങ്കൽ അച്ഛൻ, ബഹുമാനപ്പെട്ട ജോസഫ് മുൻകുടി അച്ഛൻ, ബഹുമാനപ്പെട്ട VM പൗലോസ് അച്ഛൻ, ബഹുമാനപ്പെട്ട ഡോക്ടർ TP ഏലിയാസ് അച്ഛൻ, ദാമ്പത്യ ജീവിതത്തില് 50 വർഷം പിന്നിട്ട ദമ്പതികളെ ആദരിക്കുന്ന ചടങ്ങാണ് അടുത്തത്. ഇരിക്കുന്ന ഇടങ്ങളിൽ തന്നെ ഇരിക്കുക. പേര് വായിക്കുമ്പോൾ അവിടെ എഴുന്നേറ്റ് നിൽക്കുക. അവിടെ നിങ്ങളെ പൊന്നാട അണിയിച്ച് ആദരിക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. അതിൻ പ്രകാരം വലമ്പൂർ സെന്റ് മേരീസ് പള്ളിയിൽപ്പെട്ട പേര് വിളിക്കുമ്പോൾ അവരെ ഒന്ന് എഴുന്നേൽക്കണം. മിസ്റ്റർ CP വർക്കി ആൻഡ് മിസിസ് മേരി വർഗീസ്, മിസ്റ്റർ പൗലോസ് കറിയ ആൻഡ് മിസിസ് അന്നമ്മ പൗലോസ്, മിസ്റ്റർ KV ചെറിയാൻ ആൻഡ് മിസിസ് മറിയാമ്മ. പേര് വിളിക്കുമ്പോൾ എഴുന്നേൽക്ക് നിൽക്കണം. CP വർക്കി ആൻഡ് മേരി വർഗീസ്, വലമ്പൂർ സെന്റ് മേരീസ് പള്ളിയിൽ അംഗങ്ങളായിരിക്കുന്നവരുടെ പേരുവിലാണ് വായിക്കുന്നത്. അവർ മാത്രം എഴുന്നേറ്റ് നിന്നാൽ മതി. CP വർക്കി ആൻഡ് മേരി വർഗീസ്, പൗലോസ് കറിയ ആൻഡ് അന്നമ്മ പൗലോസ്, KV ചെറിയാൻ ആൻഡ് മറിയാമ്മ, K പൈലി ആൻഡ് അച്ചക്കുട്ടി, വീണ്ടും വലമ്പൂരില് MG എബ്രഹാം ആൻഡ് തങ്കമ്മ, MG എബ്രഹാം തങ്കമ്മ ഉണ്ടോ? പെരുമ്പടവം സെന്റ് ജോർജ് ഇടവകയിൽപ്പെട്ട 50 വർഷം പൂർത്തീകരിച്ച ദമ്പതികളെ ആദരിക്കുന്നതിന് പേര് വിളിക്കുമ്പോൾ എഴുന്നേൽക്കുക. മിസ്റ്റർ മാത്യു ആൻഡ് മിസസ് കുഞ്ഞമ്മ മാത്യു, പെരുമ്പടവം. മാത്യു ആൻഡ് കുഞ്ഞമ്മ മാത്യു. ചെറിയാൻ ആൻഡ് മേരിക്കുട്ടി, പെരുമ്പടവം. ചെറിയാൻ ആൻഡ് മേരിക്കുട്ടി. KU ജോൺ ആൻഡ് ഏലിയമ്മ ജോൺ,
KU John and Eliamma John. Perimbadavam, Ulaghannan and Annamma Varki. Ulaghannan and Annamma Varki. Yohanan and Eliamma. Yohanan and Eliamma. Perimbadavam. Aipu Varki and Annamma Varki. Aipu Varki and Annamma Varki. Varki Ulaghannan and Mariamma. Varki Ulaghannan and Mariamma. KM Chako and Mariamma Chako. Perimbadavam. KM Chako and Mariamma Chako. Ulaghannan Varghese and Mariamma. Ulaghannan Varghese and Mariamma. അടുത്തത് കടമറ്റം സെന്റ് ജോർജ്. കടമറ്റം സെന്റ് ജോർജ് ചാക്കപ്പൻ ആൻഡ് അന്നമ്മ പുതുശ്ശേരി. ചാക്കപ്പൻ ആൻഡ് അന്നമ്മ പുതുശ്ശേരി. MM ജോർജ് ആൻഡ് മോളി ജോർജ് മറ്റത്തിൽ. MM ജോർജ് ആൻഡ് മോളി ജോർജ് മറ്റത്തിൽ. CE യാക്കോബ് ആൻഡ് മറിയാമ്മ യാക്കോബ് ചെറുകുഴിയിൽ. CE യാക്കോബ് ആൻഡ് മറിയാമ്മ യാക്കോബ് ചെറുകുഴിയിൽ. മുളക്കളം അറിഹിതയോ ഇടവകയിൽ നിന്നുള്ള TM പൗലോസ് ആൻഡ് ഏലിയാമ്മ പൗലോസ് തൈക്കൂട്ടത്തിൽ. മുളക്കളം TM പൗലോസ് ആൻഡ് ഏലിയാമ്മ പൗലോസ് തൈക്കൂട്ടത്തിൽ. വർക്കി ആൻഡ് അന്നമ്മ വർക്കി തോട്ടുപുറത്ത്. വർക്കി ആൻഡ് അന്നമ്മ വർക്കി തോട്ടുപുറത്ത്. ഊരമല സെന്റ് മേരീസ് KO യോഹന്നാൻ ആൻഡ് സാറമ്മ യോഹന്നാൻ. ഊരമല സെന്റ് മേരീസ് KO യോഹന്നാൻ ആൻഡ് സാറാമ്മ യോഹന്നാൻ. ചാക്കോ ഔസേപ്പ് ആൻഡ് മറിയാമ്മ ചാക്കോ പാലക്കൽ. അൻപത് വർഷം പിന്നിട്ട ദമ്പതിമാരെ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. ഭാവി ജീവിതം ശോഭനമായിരിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയും ചെയ്യും. ഊരമന സെന്റ് മേരീസ് KO യോഹന്നാൻ ആൻഡ് സാറാമ്മ യോഹന്നാൻ. ചാക്കോ ഔസേപ്പ് ആൻഡ് മറിയാമ്മ ചാക്കോ. ഊരമന വർഗീസ് ആൻഡ് അന്നമ്മ. വർഗീസ് ആൻഡ് അന്നമ്മ. ഓണക്കൂർ സെന്റ് മേരീസ് മത്തായി വർക്കി ആൻഡ് സാറാമ്മ മത്തായി നെടിയാനിക്കുഴി. മത്തായി വർക്കി ആൻഡ് സാറാമ്മ മത്തായി നെടിയാനിക്കുഴി. പുത്തൻകുരിശ് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് KS വർഗീസ് ആൻഡ് ചിന്നമ്മ കുന്നത്ത് കണ്ണേത്ത്. KP പൗലോസ് ആൻഡ് ശോശാമ്മ കുഴുവേലിൽ. KP പൗലോസ് ആൻഡ് ശോശാമ്മ കുഴുവേലിൽ. പുത്തൻകുരിശ് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളിയിലെയാണ്. KP പൗലോസ് ആൻഡ് ശോശാമ്മ കുഴുവേലിൽ. PT പൗലോസ് ആൻഡ് ലീലാമ്മ പാവോടത്ത്. PT പൗലോസ് ആൻഡ് ലീലാമ്മ പാവോടത്ത്. കർമ്മേൽക്കുന്ന് സെന്റ് ജോർജ് ഇടവകയിൽപ്പെട്ടത് കുര്യാക്കോസ് ആൻഡ് സാറാമ്മ പഴയടത്ത്. കുര്യാക്കോസ് ആൻഡ് സാറാമ്മ പഴയടത്ത്. മാത്യു തോമസ് ആൻഡ് മറിയാമ്മ മാത്യു തോമസ് ആൻഡ് മറിയാമ്മ കിണറ്റിങ്കര പറമ്പിൽ. കർമ്മേൽക്കുന്ന് സെന്റ് ജോർജ്.
AC Ip and Chinnamma Andyalingal. Ip and Chinnamma Andyalingal. Ip and Eliamma Tudiyambarathu. Ip and Eliamma Tudiyambarathu. Carmel Kunna St. George. തുടരുന്നു. കുര്യാക്കോസ് ആൻഡ് മറിയാമ്മ വടക്കേ കോച്ചേരിൽ. കുര്യാക്കോസ് ആൻഡ് മറിയാമ്മ വടക്കേ കോച്ചേരിൽ. പൈലി ചാക്കോ ആൻഡ് സാറാമ്മ പൂക്കോത്തിൽ. പൈലി ചാക്കോ ആൻഡ് സാറാമ്മ പൂക്കോത്തിൽ. മത്തായി ഏയം ആൻഡ് ശോശാമ്മ അനക്കപ്പള്ളി എണ്ണക്കാപ്പള്ളി. TV ജോർജ് ആൻഡ് എലിസബത്ത് തുടിയംപറമ്പിൽ. കർമ്മേൽക്കുന്ന് സെന്റ് ജോർജ്, TV ജോർജ് ആൻഡ് എലിസബത്ത് തുടിയംപറമ്പിൽ. നെച്ചൂർ സെന്റ് തോമസ് ഇടവയിൽപ്പെട്ടത് PA വർക്കി ആൻഡ് ഏലിയാമ്മ വർക്കി പള്ളിക്കാത്തടത്തിൽ. ഉലഹന്നാൻ മത്തായി ആൻഡ് അമ്മിണി ഈർക്കാട്ടുമറ്റത്തിൽ ഉലഹന്നാൻ ആൻഡ് മത്തായി. നെച്ചൂർ സെന്റ് തോമസ് PA വർക്കി ആൻഡ് ഏലിയാമ്മ വർക്കി, ഉലഹന്നാൻ മത്തായി ആൻഡ് അമ്മിണി, വർഗീസ് മത്തായി ആൻഡ് ഏലിയാമ്മ പുതുമണ്ണിൽ. വർഗീസ് മത്തായി ആൻഡ് ഏലിയാമ്മ പുതുമണ്ണിൽ. കണ്ടനാട് സെന്റ് മേരീസ് ഇടവയിൽപ്പെട്ട KG ബേബി ആൻഡ് മേരി ബേബി മട്ടുമേൽ. NV ചാക്കപ്പൻ ആൻഡ് സാറാമ്മ നെടുമ്പുറത്ത്. NV ചാക്കപ്പൻ ആൻഡ് സാറാമ്മ നെടുമ്പുറത്ത്. KV ജോൺ ആൻഡ് ഗ്രേസി കൊട്ടാനിക്കൽ. KV ജോൺ ആൻഡ് ഗ്രേസി കൊട്ടാനിക്കൽ. കണ്ടനാട് സെന്റ് മേരീസ് ഫിലിപ്പ് മാത്യു ആൻഡ് ഏലിയാമ്മ. ഫിലിപ്പ് മാത്യു ആൻഡ് ഏലിയാമ്മ. പൗലോസ് ആൻഡ് മേരി മട്ടുമേൽ. പൗലോസ് ആൻഡ് മേരി മട്ടുമേൽ. പാറേൽ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ്. VC ജേക്കബ് ആൻഡ് ഗ്രേസി വില്യംമാരിൽ. VC ജേക്കബ് ആൻഡ് ഗ്രേസി വില്യംമാരിൽ. പാറേൽ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ്. ചാക്കപ്പൻ ആൻഡ് റേച്ചൽ ചെമ്പകപ്പറമ്പിൽ. ചാക്കപ്പൻ ആൻഡ് റേച്ചൽ ചെമ്പകപ്പറമ്പിൽ. മാത്തൻ ചാക്കോ ആൻഡ് അന്നമ്മ നെല്ലിക്കുന്നേൽ. പാറേൽ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ്. മാത്തൻ ചാക്കോ ആൻഡ് അന്നമ്മ നെല്ലിക്കുന്നേൽ. എബ്രാഹാം സ്കറിയ ആൻഡ് ശോശാമ്മ തോട്ടുപുറത്ത്. എബ്രാഹാം സ്കറിയ ആൻഡ് ശോശാമ്മ തോട്ടുപുറത്ത്. VC ജോൺ ആൻഡ് ഏലിക്കുട്ടി വില്യംമാരി. VC ജോൺ ആൻഡ് ഏലിക്കുട്ടി വില്യംമാരി. കുന്നയ്ക്കാൽ വെസ്റ്റ് സെന്റ് ജോർജ്. കുന്നയ്ക്കാൽ സെന്റ് ജോർജ് വെസ്റ്റ് ഇടവകയിൽപ്പെട്ട റവറൻഡ് ഫാദർ NI പൗലോസ് ആൻഡ് സാറമ്മ പൗലോസ് നെടുമുഴി. ഓനച്ചൻ ആൻഡ് ഏലിക്കുട്ടി കാക്കോട്ടോലിക്കൽ. ഓനച്ചൻ ആൻഡ് ഏലിക്കുട്ടി. കുന്നയ്ക്കാൽ സെന്റ് ജോർജ് വെസ്റ്റ് ആണ് ഇപ്പൊ പറഞ്ഞത്. കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ്. MI പൈലി ആൻഡ് മേരി പൈലി. മൈക്കുളങ്ങര. MI പൈലി ആൻഡ് മേരി പൈലി. മത്തായി ആൻഡ് മേരിക്കുട്ടി മലയിൽ.
TV യോഹന്നാൻ ആൻഡ് മേരി താമരച്ചാലിൽ. കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ആണ് ഇപ്പോൾ ആ ഇടവകയിൽപ്പെട്ട 50 വർഷം പിന്നിട്ട് ദമ്പതിമാരെ ആദരിക്കുന്നു. TV യോഹന്നാൻ ആൻഡ് മേരി താമരച്ചാലിൽ. പൗലോസ് ആൻഡ് മേരി വള്ളിക്കാട്ടിൽ. പൗലോസ് ആൻഡ് മേരി വള്ളിക്കാട്ടിൽ. കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ്. VV യാക്കോബ് ആൻഡ് മേരി യാക്കോബ് വള്ളിക്കാട്ടിൽ. VV യാക്കോബ് ആൻഡ് മേരി യാക്കോബ് വള്ളിക്കാട്ടിൽ. വർഗീസ് ആൻഡ് അന്നം ഈറക്കാട്ടുകുഴിയിൽ. വർഗീസ് ആൻഡ് അന്നം ഈറക്കാട്ടുകുഴിയിൽ. KP വർഗീസ് ആൻഡ് ഏലിയാമ്മ വർഗീസ് കുറ്റിപ്പറിച്ചേൽ. KP വർഗീസ് ആൻഡ് ഏലിയാമ്മ വർഗീസ് കുറ്റിപ്പറിച്ചേൽ. AP പൗലോസ് ആൻഡ് അന്നമ്മ ഈറേക്കാട്ടുകുഴിയിൽ. AP പൗലോസ് ആൻഡ് അന്നമ്മ ഈറേക്കാട്ടുകുഴിയിൽ. കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് തുടരുന്നു. വർഗീസ് ആൻഡ് മറിയക്കുട്ടി കുരിശിങ്കൽ. KV പൗലോസ് ആൻഡ് ശോശാമ്മ തലമറ്റത്തിൽ. KV പൗലോസ് ആൻഡ് ശോശാമ്മ തലമറ്റത്തിൽ. KP ജോർജ് ആൻഡ് ശോശാമ്മ കിടിയിൽ. കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഇടവകയിൽപ്പെട്ട KP ജോർജ് ആൻഡ് ശോശാമ്മ കിടിയിൽ. വർഗീസ് ആൻഡ് മറിയാമ്മ തോട്ടാപ്പള്ളി. വർഗീസ് ആൻഡ് മറിയാമ്മ തോട്ടാപ്പള്ളി. പാമ്പാക്കുട സെന്റ് ജോൺസ്. മർക്കോസ് ആൻഡ് PC മേരിക്കുട്ടി. കോഴിക്കോട്ടുമലയിൽ. കോഴിക്കോട്ടുമലയിൽ. പാമ്പാക്കുട സെന്റ് ജോൺസ് ഇടവകയിൽപ്പെട്ട മർക്കോസ് ആൻഡ് PC മേരിക്കുട്ടി കോഴിക്കോട്ടുമലയിൽ. വർഗീസ് ആൻഡ് അന്നമ്മ കോപ്രത്ത്. കോപ്രത്ത്. വർഗീസ് ആൻഡ് അന്നമ്മ കോപ്രത്ത്. പാമ്പാക്കുട സെന്റ് ജോൺസ് തുടരുന്നു. എബ്രഹാം ലാസർ ആൻഡ് അന്നമ്മ എബ്രഹാം വട്ടമറ്റത്തിൽ. എബ്രഹാം ലാസർ ആൻഡ് അന്നമ്മ എബ്രഹാം വട്ടമറ്റത്തിൽ. മത്തായി TK ആൻഡ് മേരി മത്തായി തടത്തിൽ. പാമ്പാക്കുട സെന്റ് ജോൺസ്. മത്തായി TK ആൻഡ് മേരി മത്തായി തടത്തിൽ. KU സ്കറിയ ആൻഡ് അന്നമ്മ സ്കറിയ കോപ്രാത്ത്. KU സ്കറിയ ആൻഡ് അന്നമ്മ സ്കറിയ കോപ്രത്ത്. പാമ്പാക്കുട സെന്റ് ജോൺസ് തുടരുന്നു. ഐപ്പ് KV ആൻഡ് അമ്മിണി ഐപ്പ് കോഴിക്കോട്. ഐപ്പ് KV ആൻഡ് അമ്മിണി ഐപ്പ് കോഴിക്കോട്. ഉലഹന്നാൻ TP ആൻഡ് മറിയാമ്മ തെക്കുംപറമ്പിൽ. പാമ്പാക്കുട സെന്റ് ജോൺസ് തുടരുകയാണ്. ഉലഹന്നാൻ TP ആൻഡ് മറിയാമ്മ തെക്കുംപറമ്പിൽ. ഉലഹന്നാൻ TP ആൻഡ് മറിയാമ്മ തെക്കുംപറമ്പിൽ.
പാമ്പാക്കുട സെന്റ് ജോൺസ് തുടരുന്നു. ലഹന്നാൻ ടി പി ആൻഡ് മറിയാമ്മ തെക്കുംപറമ്പിൽ. പൗലോസ് ആൻഡ് ശോശാമ്മ തെക്കുംപറമ്പിൽ. പൗലോസ് ആൻഡ് ശോശാമ്മ തെക്കുംപറമ്പിൽ. ജോൺ പത്രോസ് ആൻഡ് ഏലിയാമ്മ തണ്ടുംപുറത്ത്. സെന്റ് ജോൺസ് ഇടവകയിൽപ്പെട്ടവരെയാണ് ഇപ്പൊ ആദരിച്ചുകൊണ്ടിരിക്കുന്നത്. കെ യു സ്കറിയ ആൻഡ് അന്നമ്മ സ്കറിയ കോപ്രത്ത്. ജോൺ പത്രോസ് ആൻഡ് ഏലിയാമ്മ തണ്ടുംപുറത്ത്. മർക്കോസ് ഉലഹന്നാൻ ആൻഡ് സാറാമ്മ പ്ലാലിക്കൽ. മർക്കോസ് ഉലഹന്നാൻ ആൻഡ് സാറാമ്മ പ്ലാലിക്കൽ. വർഗീസ് ജോസഫ് ആൻഡ് മേരി വർഗീസ് കിഴക്കേക്കര പുത്തൻപുരയിൽ. വർഗീസ് ജോസഫ് ആൻഡ് മേരി വർഗീസ് കിഴക്കേക്കര പുത്തൻപുരയിൽ. ജോർജ് ആൻഡ് ലീലാമ്മ കുന്നുമേൽ. ജോർജ് ആൻഡ് ലീലാമ്മ കുന്നുമേൽ സെന്റ് ജോൺസ് ഇടവകയിൽപ്പെട്ടവരെയാണ് ആദരിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛനെ ഏതാ നോക്കണേ? ഇല്ല, ഇതിനകത്ത് എഴുതി വിളിച്ചിരിക്കുന്നത് തണ്ടുംപുറത്ത്. കർമ്മേക്കുന്ന് സെന്റ് ജോർജ് ഇടവകയിൽപ്പെട്ട ഐപ്പ് ഏലിയാമ്മ തട്ടുംപുറത്ത്. ജോർജ് ആൻഡ് ലീലാമ്മ കുന്നുമേൽ. പാമ്പാക്കുട സെന്റ് തോമസ് ഇടവകയിൽപ്പെട്ട തോമസ് ആൻഡ് അന്നമ്മ തോമസ് മൈലച്ചേരി. തോമസ് ആൻഡ് അന്നമ്മ തോമസ് മൈലാഞ്ചേരി. തോമസ് ആൻഡ് അന്നമ്മ മൈലാഞ്ചേരി. എടമറുക് സെന്റ് ജോർജ് ഇടവകയിൽപ്പെട്ട വർഗീസ് ആൻഡ് ലീലാമ്മ ആലക്കൽ. എടമറുക് സെന്റ് ജോർജ് ഇടവകയിൽപ്പെട്ട വർഗീസ് ആൻഡ് ലീലാമ്മ ആലക്കൽ. മത്തായി മർക്കോസ് ആൻഡ് സാറാമ്മ മരങ്ങാട്ടുകരയിൽ. മത്തായി മർക്കോസ് സാറാമ്മ മരങ്ങാട്ടുകരയിൽ. പെരുവ സെന്റ് മേരീസ് തോമസ് ഫിലിപ്പ് ആൻഡ് ഏലിയാമ്മ പുതിയടത്ത്. തോമസ് ഫിലിപ്പോസ് ആൻഡ് ഏലിയാമ്മ പുതിയടത്ത്. എബ്രാഹാം ഉലഹന്നാൻ ആൻഡ് മേരി മാന്താനം നിരപ്പേൽ. എബ്രാഹാം ഉലഹന്നാൻ ആൻഡ് മേരി മാന്താനം നിരപ്പേൽ. ടി എം മാത്യു ആൻഡ് മറിയാമ്മ തെക്കേക്കാലായി. ടി എം മാത്യു ആൻഡ് മറിയാമ്മ തെക്കേക്കാലായി. മണ്ണുക്കുന്ന് സെന്റ് മേരീസ് ഇടവകയിൽപ്പെട്ട പത്രോസ് ആൻഡ് മറിയാമ്മ കൊല്ലംകുഴി പുത്തൻപുര. പത്രോസ് ആൻഡ് മറിയാമ്മ കൊല്ലംകുഴി പുത്തൻപുര. മാണി പി ജോസ് ആൻഡ് അന്നമ്മ മാണി പുത്തൻമണിമലയിൽ. പുത്തൂർ മണിമലയിൽ. മാണി പി ജോസ് ആൻഡ് അന്നമ്മ മാണി പുത്തൂർ മണിമലയിൽ.
ഉലഹന്നാൻ ആൻഡ് അന്നമ്മ ചന്ദ്രവേലി. ഉലഹന്നാൻ ആൻഡ് അന്നമ്മ ചന്ദ്രവേലി. കിഴുമുറി സെന്റ് ജോർജ് എ.കെ. ഏലിയാസ് ആൻഡ് ഓമന ഏലിയാസ് അമ്പാട്ട് പുത്തൻപുരയിൽ. ഏലിയാസ് ആൻഡ് ഓമന ഏലിയാസ് അമ്പാട്ട് പുത്തൻപുരയിൽ. മാത്യു പൗലോസ് ആൻഡ് സാറാമ്മ നടക്കൽ. മാത്യു ആൻഡ് സാറാമ്മ നടക്കൽ. തൊമ്മൻ പൈലി ആൻഡ് മറിയാമ്മ നടക്കൽ. തൊമ്മൻ പൈലി ആൻഡ് മറിയാമ്മ നടക്കൽ. പൈലി യോഹന്നാൻ ആൻഡ് ഏലിയാമ്മ നടക്കൽ. പൈലി യോഹന്നാൻ ആൻഡ് ഏലിയാമ്മ നടക്കൽ. O.T. ജേക്കബ് ആൻഡ് സാറാമ്മ ഓടമ്പാടത്ത്. ഓടമ്പാടത്ത്. O.T. ജേക്കബ് ആൻഡ് സാറാമ്മ ഓടമ്പാടത്ത്. തൊമ്മൻ മത്തായി ആൻഡ് മറിയാമ്മ വട്ടവേലി. തൊമ്മൻ മാത്യു ആൻഡ് മറിയാമ്മ വട്ടവേലി. തോമസ് യോഹന്നാൻ ഏലിയാമ്മ വട്ടവേലി. തോമസ് യോഹന്നാൻ ഏലിയാമ്മ വട്ടവേലി. തോമസ് യോഹന്നാൻ ആൻഡ് ഏലിയാമ്മ വട്ടവേലി. ചെറിയാൻ ആൻഡ് മേരി വട്ടവേലി. ചെറിയാൻ ആൻഡ് മേരി വട്ടവേലി. പേര് വിളിച്ചതിൽ ഉൾപ്പെടാതെ ആരെങ്കിലും ഇവിടെ ഹാജരായിട്ടുണ്ടെങ്കിൽ അവര് മുന്നോട്ട് വന്ന്, ഒരുപക്ഷെ ഫോട്ടോ സമയത്തിന് കൊടുത്തിട്ടുണ്ടാകത്തില്ല, അതുകൊണ്ട് അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വന്ന സമയബന്ധിതമായ പരിപാടിക്ക് വിധേയപ്പെട്ടവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വന്ന് പൊന്നാട അണിയിക്കത്തക്കരുതുള്ള ക്രമീകരണം അതിപ്പോൾ ഇവിടെ ഉണ്ട്. അനുമോദനത്തിന്റെ ഭാഗമായിട്ട് ഇനി പേര് വിളിക്കാത്ത ആരെങ്കിലും, അത് പേര് വിളിച്ചിട്ട് ഉള്ളവരും പേര് വിളിക്കാത്ത മറ്റാരെങ്കിലും തയ്യാറായി വന്നിട്ടുണ്ടെങ്കിൽ അവർ മുന്നോട്ട് കടന്നു വരണം. തുരുത്തേൽ ബേബി ആൻഡ് സാറാമ്മ ബേബി. തുരുത്തേൽ ബേബി ആൻഡ് സാറാമ്മ ബേബി. ആദരിക്കപ്പെടേണ്ട ഗണത്തില് 50 വർഷം ദാമ്പത്യ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെട്ട ദമ്പതിമാരില് പേര് വിളിച്ചിട്ട് മനസ്സിലാകാതെ വരികയോ പേരിൽ ഉൾപ്പെടാതെ വരികയോ ചെയ്തിട്ടുള്ള ആരെങ്കിലും 50 വർഷം പൂർത്തീകരിച്ച ദമ്പതിമാരുടെ ഗണത്തിൽപ്പെടുന്നവരുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വന്ന് ആദരിക്കല് ചടങ്ങില് വിധേയപ്പെടണം എന്നുള്ള കാര്യം അറിയിക്കുന്നു. അവരെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതായിരിക്കും. അവർക്കുള്ള മൊമെന്റോ അത് പിന്നീട് ഫോട്ടോ കൊടുക്കുന്നതനുസരിച്ച് ക്രമീകരിച്ച് കൊടുക്കുന്നതും ആയിരിക്കും. എല്ലാം 50 വർഷം പിന്നിട്ട ദമ്പതിമാർക്ക് എല്ലാ വിധത്തിലുള്ളതായ ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ആദ്യം പറഞ്ഞതുപോലെ ആരെങ്കിലും ഇനിയും ഉണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വന്ന് അവരെ ആദരിക്കത്തക്ക രീതിയിൽ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. പൊന്നാട അണിയിക്കുന്നതായിരിക്കും. അവര് പിന്നീട് ഫോട്ടോ കൊടുക്കാത്തവരാണ് എങ്കിൽ ആ ഫോട്ടോ അത് വികാരി അച്ഛൻ വഴി ഭദ്രാസന കേന്ദ്രത്തിൽ ലഭിക്കുന്ന പക്ഷം മൊമന്റോ തയ്യാറാക്കി കൊടുക്കുന്നതായിരിക്കും.
100-100ഓളം പേർക്ക് ഇത് ക്രമീകരിക്കുമ്പോൾ സമയബന്ധിതമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതെല്ലാം റെഡിയാക്കി ക്രമീകരിച്ച് മുന്നോട്ട് വരുമ്പോൾ അത് ലഘുവായിട്ടുള്ള ഒരു കാര്യമല്ല, അത് വളരെ പ്രയത്നം അതിന്റെ പിന്നിലുണ്ട്. അപ്പൊ വൈകി എത്തിയ ഫോട്ടോകൾ ഒരു പക്ഷേ ചേർക്കാനായിട്ട് സാധിക്കാതെ വന്നു. അത് മനഃപൂർവ്വമല്ല, ഖേദിക്കുന്നു. നിങ്ങൾ സഹകരിക്കുക. ഇനിയും ആരെങ്കിലും ആദരിക്കപ്പെടേണ്ട ലിസ്റ്റിൽ ഉള്ളവരുണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വരണം. അവരെ പൊന്നാടെ അണിയിച്ച് ആദരിക്കുകയും പിന്നീട് അവർ ഫോട്ടോ ഏൽപ്പിക്കുന്നതനുസരിച്ച് മൊമന്റോ നിങ്ങൾക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണം ചെയ്യുന്നതും ആയിരിക്കും. താങ്ക് യു. റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾക്ക് അനുകൂലമായ പ്രതിഷേധങ്ങളിൽ കടനാട് വെസ്റ്റ് ഭദ്രാസനവും ചേർന്ന് നിൽക്കുന്നു. അതിന്റെ ഒരു പ്രതിഷേധ പ്രമേയം അവതരിപ്പിക്കുവാനായിട്ട് ശ്രീ റോയി കെ വർഗീസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കേരളത്തിലെ റബ്ബർ കർഷകർ കഴിഞ്ഞ 2 വർഷമായി റബ്ബർ വിലയിടിവിൽ ദുരിതമനുഭവിക്കുകയാണ്. 200 രൂപ വിലയുണ്ടായിരുന്ന റബ്ബറിന് ഇപ്പോൾ 95 രൂപയായി കുറഞ്ഞിരിക്കുന്നു. റബ്ബർ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന സഭാമക്കൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ദുരിതം കണ്ടില്ല എന്ന് നടിക്കുവാൻ സഭയ്ക്ക് കഴിയുന്നില്ല. സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന വിലസ്ഥിരതാ ഫണ്ട് കർഷകർക്ക് ശരിയായ വിധം ലഭിക്കുന്നില്ല. 150 രൂപയ്ക്ക് സർക്കാർ ഏജൻസികൾ വഴി റബ്ബർ സംഭരിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം കടലാസിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ആയതിനാൽ സർക്കാർ ഏജൻസി വഴി റബ്ബർ സംഭരണം ഉടൻ ആരംഭിച്ച് വില 200 രൂപയെങ്കിലും ആക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നും റബ്ബർ കർഷകർ എടുത്തിട്ടുള്ള വായ്പകൾ 1 വർഷത്തേക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്നും വായ്പാ പലിശ എഴുതി തള്ളണമെന്നും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ആവശ്യപ്പെടുന്നു. അല്ലാത്ത പക്ഷം സഭാ മക്കളോട് കൂടെ നിന്ന് കേരള സർക്കാരുകൾക്കെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് കണ്ടനാട് വെസ്റ്റ് ഭദ്രാസന വാർഷിക സമ്മേളനം പ്രമേയത്തിലൂടെ അറിയിക്കുന്നു. ഭദ്രാസന വികസന ഫണ്ട് സ്വീകരണമാണ് അടുത്തത് നടക്കുവാനിരിക്കുന്നത്. ഫണ്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയെ കുറിച്ച് ക്രമീകരണങ്ങളെ കുറിച്ച് അറിയിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട ജെ.കെ. കുര്യൻ അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഭദ്രാസന വികസന ഫണ്ടിന്റെ സ്വീകരണമാണ് ഇപ്പോൾ ആദ്യമായിട്ട് അതിന്റെ ഉദ്ഘാടനമാണ് നിർവഹിക്കപ്പെടുന്നത്. അതിനുശേഷം പള്ളികളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ലിസ്റ്റ് ഇവിടെ വായിക്കുന്നതാണ്. ആ ക്രമീകരണം അനുസരിച്ച് ഇവിടെ വന്ന് പരിശുദ്ധ ബാവ തിരുമേനിയെ ആ ഫണ്ട് ഏൽപ്പിക്കേണ്ടതാണ്. തെക്ക് വശത്തൂടെയാണ് കയറി വരേണ്ടത്. സമ്മാനം ഇപ്പോൾ ആർക്കും നൽകുന്നില്ല. അതായത് പള്ളികളിൽ എത്തിക്കുന്നതാണ്, അവിടെ നിന്ന് അത് വിതരണം ചെയ്യുന്നതാണ്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് പെരുവ കാതോലിക്കേറ്റ് സെന്റർ ഇടവകയിൽപ്പെട്ട ശ്രീ M.V. ചാക്കോ മാവളത്തൂഴിയിൽ ഡിവൈൻ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ്. 1 ലക്ഷം രൂപ നൽകി ഈ ഫണ്ടിന്റെ ഉദ്ഘാടനം ഇപ്പോൾ നിർവഹിക്കുകയാണ്. മുന്നോട്ട് കടന്നു വരാൻ ഇടവമ്പ്രാമ്പലത്ത തിരുമനസ്സുകൊണ്ട്
25,000 രൂപ നൽകി ഇപ്പോൾ ഇതിൽ പങ്കുചേരുന്നു. അടുത്തതായിട്ട് പെരുവ കാതലിക്കേറ്റ് സെൻട്രൽ ലിസ്റ്റാണ് വായിക്കുന്നത്. ശ്രീ MM തോമസ് മാന്താനം, VV ജോൺ നെടുമറ്റത്തിൽ, ജോൺ കാരാമൽ കൂവപ്പള്ളിൽ, ഷിബു കെ ജോൺ HNL, ജേക്കബ് ജോർജ് HNL, കെ ജോയി HNL, KJ രാജു കുറ്റിക്കേരിൽ, KJ ജോർജ് കുറ്റിക്കേരിൽ, KJ ബാബു കുറ്റിക്കേരിൽ, NC രാജു നിരോധകാലായി 1000 രൂപ വീതമാണ് അവർ നൽകിയിരിക്കുന്ന 10,000 രൂപ. മൊത്തം 1,10,000 രൂപ. അടുത്തത് ഓണക്കൂർ ലിസ്റ്റാണ്. അനിൽ പീറ്റർ ആഞ്ഞിത്തോട്ടത്തിൽ 10,000 രൂപ, CP കുര്യാച്ചൻ ചേലിക്കര 5,000 രൂപ, ബാബു വർഗീസ് കിഴുവട്ടക്കാട്ടിൽ 2,500 രൂപ, TM ഏലിയാസ് കിഴക്കേക്കര 2,000 രൂപ, CV ജോൺ ചിറക്കപ്പടിക്കൽ 2,000 രൂപ, ജോസഫ് ജോൺ ഋഷികേശ് 2,000 രൂപ, ചാക്കോ KT കവണാറ്റൽ 1,500 രൂപ, വർക്കി ഇത്താപ്പിരി മേപ്പിളിൽ 1,500 രൂപ, വിൽസൺ തോമസ് പള്ളത്ത് താഴത്ത് 1,500 രൂപ, വർക്കി ചാക്കോ കോലാട്ടിൽ 1,011 രൂപ, PC ചാക്കോ പാറയിൽ 1,001 രൂപ, NU പൈലി നാടിയാക്കുഴിയിൽ 1,000 രൂപ. ഇനി താഴേക്കുള്ളത് 1,000 രൂപ വെച്ചാണ്. ബോബൻ ജോസഫ് നെടിയാനിക്കുഴിയിൽ, ഷീബാൽ ബോബൻ നെടിയാനിക്കുഴിയിൽ, ഷെബിൻ ബോബൻ നെടിയാനിക്കുഴിയിൽ, ഷെജിൻ ബോബൻ നെടിയാനിക്കുഴിയിൽ, ഷെറ ബോബൻ നെടിയാനിക്കുഴിയിൽ, പൗലോസ് PC പള്ളത്ത് താഴത്ത്, ബിനു പീപ്പോൾ പള്ളത്ത് താഴത്ത്, രേഖ ബിനു പള്ളത്ത് താഴത്ത്, സാൻഡ്ര ബിനു പള്ളത്ത് താഴത്ത്, ക്രിസ്റ്റി ബിനു പള്ളത്ത് താഴത്ത്, KC ചാക്കോ വെട്ടിക്കാട്ടിൽ, KC വർക്കി കല്യാട്ടുകുഴിയിൽ, ചാക്കോ ലതന്നൻ മോളേൽ, ഐഡ ജോയി മാളിയേക്കൽ, ജോസ് ആൻഡ് ജാൻസി മല്ലിപ്പുറത്ത്, KP കുരുവിള കിഴക്കേ കാലായിൽ, മർത്തമറിയ സമാജ് ഓണക്കൂർ വലിയ പള്ളി, അബിൻ ബെന്നി മോളേൽ, KM ചാക്കോച്ചൻ കരോട്ടുമാരിയിൽ, അജി സി പോൾ ചാലിൽ പുത്തൻപുരയിൽ, യോഹന്നാൻ കോര നടിയക്കുഴിപ്പീടിയിൽ, ബെൻസൺ തോമസ് ബെന്നി നെടിയാനിക്കുഴിയിൽ, ശോശാമ പോലൂസ് ചെള്ളിക്കുന്നേൽ, ജേക്കബ് KP കിഴക്കിനകത്ത്, PC ബാബു പാറയിൽ, വർക്കി MG മോളേൽ, NV ജോർജ് നാടിയക്കുഴിയിൽ, PC സ്കറിയ പഴയിടത്ത്, ലിജോ ജോയി മാളിയേക്കൽ, KI വർഗീസ് കാര്യക്കാട്ട്, മേരിക്കുട്ടി ചാക്കോപ്പിള്ള ചാലിൽ പുത്തൻപുര, KK കുര്യാക്കോസ് കട്ടക്കാട്ട്, മിൽക്ക സാറ തോമസ് നെടിയാനിക്കുഴിയിൽ, PP രാജു പീടികപ്പറമ്പിൽ, വർഗീസ് സുലഭന് ചേരിക്കാലായിൽ, VU രാജു വെള്ളിത്താഴത്ത്, ജെയിൻ പൗലൂസ് വാൾനടിയിൽ, ജേക്കബ് പൗലൂസ് വാൾനടിയിൽ, സക്രിയ പൗലൂസ് വാൾനടിയിൽ, MB ചാക്കോച്ചൻ മണക്കാട്ട്, AV ജോണി കൊച്ചുപുരയ്ക്കത്താഴത്ത്, ലൈല ജോണി കൊച്ചുപുരയ്ക്കത്താഴത്ത്, PP വർക്കി പീടികപ്പറമ്പിൽ, തങ്കമ്മ ഉലകന്നൻ കോലാട്ടിൽ, CP ഐസക് ചക്കുംകുഴിയിൽ, KM പൗലൂസ് കപ്പിൽമാഞ്ചുവട്ടിൽ, ജോയി NU നെടിയാനിക്കുഴിയിൽ, ജോഷി മടത്തിക്കുന്നത്ത്, ഷിബു ജോർജ് പനിച്ചിക്കൽ, ജോണി NM നടുപ്പറമ്പിൽ, ലിസി ജോസ് നെടിയാനിക്കുഴിയിൽ, മത്തായി KV കാലാപ്പിള്ളിൽ, മത്തായി KU കുരുടുകാവിൽ, CK പൗലോസ് ചക്കുംകുഴിയിൽ, ബാബു CS ചേന്നംപറമ്പിൽ, സാറാമ്മ നാലുകണ്ടത്തിൽ, ദിലീപ് എബ്രഹാം ആനിത്തോട്ടത്തിൽ, സിന്ധു ദിലീപ് ആനിത്തോട്ടത്തിൽ, ശ്യാമൽ ദിലീപ് ആനിത്തോട്ടത്തിൽ,